നമ്മുടെ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2 കിഡിലൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 3rd ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ അങ്ങ് പൊളിച്ചടക്കി കേട്ടോ. ഇത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 3rd ടൈപ്പ് മിസ് പറഞ്ഞു തരട്ടെ. ഇവനാണ്. സുഹറ ആൻഡ് സീത started a business. They made a profit of 9,000 rupees. It was divided in 4:5 ratio of their investment. How much did each get? അപ്പോൾ ഇവരെന്ത് ചെയ്തു? സുഹറയും സീതയും ചേർന്ന് ഒരു കച്ചവടം തുടങ്ങുകയാണ്. ലാഭമായി കിട്ടിയ 9,000 രൂപ ഇവരെന്ത് ചെയ്തു? 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചെടുത്തു. ഓരോരുത്തർക്കും എത്ര കിട്ടി? അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? 9,000 രൂപയുണ്ട്. 9,000 രൂപ എനിക്ക് എന്ത് ചെയ്യണം? 4:5 എന്ന് പറയുന്ന അംശബന്ധത്തിൽ വീതിക്കണം. സുഹറയും സീതയും തമ്മിലുള്ള അംശബന്ധം എന്താണ്? സുഹറ ഈസ്റ്റു സീത എന്ന് പറയുന്ന അംശബന്ധം എന്താണ്? 4:5 ആണ്. അപ്പൊ എനിക്ക് 9,000 രൂപയെ 4:5 എന്ന് പറയുന്ന അംശബന്ധത്തിൽ എനിക്കൊന്ന് വീതിച്ചെടുക്കണം. എങ്ങനെയാ വീതിച്ചെടുക്കുക? ഇത്രയേ ഉള്ളൂ. അതായത് ഇത് 4:5 ആണ് അംശബന്ധം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ അറിയോ? ആകെ നമ്മളുടെ എത്രയാണോ പണം അത് 9 ഭാഗമാണെങ്കിൽ 4+5 9 ഭാഗമാണെങ്കിൽ 9-4 സുഹറയ്ക്കും കൊടുക്കും, 9-5 സീതയ്ക്കും കൊടുക്കും. എത്രയാണോ നമ്മളെ കയ്യിലുള്ള എമൗണ്ട് ആ എമൗണ്ടിനെ 9 ഭാഗം, 9 എവിടുന്നാ കിട്ടിയത്? 5ഉം 4ഉം കൂട്ടിയത്, 5ഉം 4ഉം കൂട്ടിയ 9 ഭാഗമാക്കിയതിൽ 4 ഭാഗം ആർക്ക് കൊടുക്കും? സുഹറക്ക് കൊടുക്കും. 5 ഭാഗം സീതക്ക് കൊടുക്കുന്നതാണ് ഇതിന്റെ അർത്ഥം. അതായത് ഇതിനെങ്ങനെയായിരിക്കും 9 ഭാഗമാക്കിയിട്ട് അതിൽ 4 ഭാഗം കൊടുക്കുക? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 9,000 എത്ര കൊടുക്കേണ്ടത്? 9-4 ഭാഗമാണ് സുഹറക്ക്. അപ്പൊ സുഹറക്ക് കിട്ടിയത് എത്രയാണ്? 9-4 ഭാഗമാണ്. ആരുടെ? 9,000ന്റെ അല്ലെ? 9,000ന്റെ 9-4 ഭാഗം. ഇനി സീതക്ക് കിട്ടിയത് എത്രയാണ്? സീതക്ക് കിട്ടിയത് എന്ന് പറയുന്നത് 9-5 ഭാഗമാണ്. ആരുടെ? 9,000 ആണ് നമ്മൾ വീതിക്കുന്നത്. അപ്പൊ 9,000ന്റെ 9-5 ഭാഗം സീതയ്ക്ക് കൊടുക്കും, 9,000ന്റെ 9-4 ഭാഗം സുഹറയ്ക്കും കൊടുക്കും. ഇനി ഇത് കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ? സിമ്പിൾ. ആദ്യം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഇത് ബൈ ഇത് ചെയ്ത് നോക്കുക. 9,000/9 എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. ദാറ്റ് ഈസ് 4 × 1000 ആയിരിക്കും. 4000 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഇനി അടുത്ത് നോക്ക്, ഇതെന്തായിരിക്കും? 9,000/9 1000 ആയിരിക്കും. 5 × 1000 5000 ആയിരിക്കും ആൻസർ. സിമ്പിൾ. അങ്ങനെയെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ ഈ ഒരു 9,000 രൂപ ഇവർ 6:3 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് വീതിച്ചതെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, എന്നിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ.